സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 184 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ 2 വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞ 8 പേരുടെ പേരാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ പേര് സ്ക്രീനിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മാത്രം മതിയാകും. ചോദ്യം വളരെ സിമ്പിൾ ആണ്. മുസാൻ കഴിഞ്ഞ് ഏറ്റവും പ്രായം കൂടിയ ഡീമന്റെ പേരെന്താണ്? സോ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ താഞ്ചുറനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരൻ നേരെ കമന്നടിച്ച് കിടക്കുവാണ്. പുള്ളിക്കാരൻ ആലോചിക്കുന്നുണ്ട്, നമ്മൾ പുറത്തെത്തി, പക്ഷേ ഇത് അവർക്കൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം മുസാന് രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കിറിയ സമയം പ്രിഡിക്ട് ചെയ്ത സ്ഥലത്തൊന്നും അല്ല ഇവർ കറക്റ്റായിട്ട് വന്നത്, എങ്കിലും ഏകദേശം അറ്റപ്പറ്റ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസാനെ കുറച്ചുകൂടെ അധികം നന്നായി ടാർഗറ്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റും. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയും 1.5 മണിക്കൂർ വേണം സൂര്യനെ ഉദിക്കാൻ. അതായത് അത്രയും നേരം കൂടെ ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സ് എങ്ങനെയെങ്കിലും നമ്മുടെ മുസാനെ പിടിച്ചു നിർത്തിയേ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ കാഗുയെ ക്രോസ് കിടന്ന് കാണുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ താഞ്ചിറോ, കിയു, അതേപോലെ മിറ്റ്സൂരി എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ മുസാനെ മാത്രം കാണുന്നില്ല. എങ്ങനെയെങ്കിലും മാണത്ത് നമ്മുടെ മുസാനെ കണ്ടുപിടിക്കാൻ വേണ്ടി താഞ്ചിറോ പറയുന്നിടത്ത് അടുത്ത പാനിൽ തന്നെ അവിടെയുള്ള എല്ലാം പൊട്ടിച്ചെന്ന് മുസാ നേരെ പുറത്തേക്ക് വരുവാണ്. മുസാന്റെ രൂപത്തിനൊക്കെ കുറച്ചധികം മാറ്റമുണ്ട്. പുള്ളിക്കാരൻ കുറച്ചുകൂടെ അധികം ഡേഞ്ചറസ് ആയി മാറി. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങളപ്പോ രാവിലെ വരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനാണല്ലോ നോക്കുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളാം മുസാൻ പറയുവാണ്. അപ്പൊ തന്നെ നമ്മുടെ ഒബനായും മിറ്റ്സൂരിയും ഗിയും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി 3 സ്ഥലത്തേക്ക് മാറുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവര് 3 പേരും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ മുസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മുസാന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് ഒബനായുടെ സോഡ് വരാൻ നേരത്ത് പുള്ളിക്കാരൻ ആലോചിക്കുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവനെ കൊല്ലാൻ പറ്റിയാലെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷെ ഇവനെ കുറച്ചെങ്കിലും വീക്ക് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുസാന്റെ കഴുത്തിനിട്ട് വെട്ടുവാണ്. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. നമ്മുടെ മിറ്റ്സൂരി ആകട്ടെ ഞെട്ടി പോകുന്നുണ്ട്, മുസാന്റെ കഴുത്തൊന്നും മുറിഞ്ഞില്ലെന്ന്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് അവൻ വെട്ടി എന്നുള്ളത് ശരിയാണ്, എന്നാൽ വെട്ടുന്നതിന്റെ ഒപ്പം തന്നെ മുസാൻ അവിടെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് മുസാന്റെ റീജനറേഷൻ സ്പീഡ് അത്ര ആയതുകൊണ്ട് തന്നെ വെട്ടുന്നത് പോലും കാണുന്നില്ല. അതായത് നിയർലി ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒബരാനെ, മിറ്റ്സൂരിനെ, അതേപോലെ ഗിയുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് കുറെ അധികം ഡീമൺ സ്ലേയേഴ്സ് ഇവരെ എടുത്തിട്ട് ചാടുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും നമ്മുടെ മിറ്റ്സൂരിനെ ബാക്കിയുള്ളവരൊക്കെ രക്ഷിക്കാൻ വേണ്ടി, അതായത് ഹാഷ്റാസിനെ രക്ഷിക്കാൻ വേണ്ടി അവര് ബലി കൊടുക്കുവാണ്. ഒബനായുടെ, മിറ്റ്സൂരിന്റെ, ഗിയുവിന്റെ കയ്യിൽ നിന്ന് തന്നെ കുറെ അധികം ഡീമൺ സ്ലേയേഴ്സ് മരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരമെങ്കിൽ ഹാഷ്റാസിനൊക്കെ രക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ പുറകോട്ട് മാറുന്നില്ല. എല്ലാ ഡീമൺ ഹണ്ടേഴ്സും ഒരേപോലെ മൂസാന്റെ അടുത്തോട്ട് ഓടുവാണ്. ഹാഷ്റാസിനെ മാത്രമല്ല നമ്മുടെ താഞ്ചുറനെ രക്ഷിച്ചുകൊണ്ട് കുറെ അധികം പേര് നമ്മുടെ താഞ്ചുറയുടെ കയ്യിലേക്ക് തന്നെ മരിച്ചു വീഴുന്നുണ്ട്. ഇത്ര നാള് ഹാഷ്റാസ് നമ്മളെ രക്ഷിച്ച്, നമ്മൾ ഇനി ഹാഷ്റാസിനെ രക്ഷിക്കാനുള്ള ടൈം ആയെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഈ കാണിക്കുന്നത്. നമ്മുടെ മിറ്റ്സൂരിയായിട്ട് കരഞ്ഞുകൊണ്ട് നിർത്താൻ പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊരു അന്ത്യമില്ലായിരുന്നു. താഞ്ചുറ അങ്ങോട്ട് ഓടിച്ചെല്ലാം നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ തട്ടി അവിടെ വീണ് കുറെ ചോരയൊക്കെ ഛർദ്ദിക്കുവാണ്. എന്റെ കൈ കൊണ്ട് ഇപ്പൊ മരിക്കുന്നവർ ശരിക്കും ലക്കിയാണ്. കാരണം മരിക്കാത്തവർ, ചെറിയ വൂൺസ് ഒക്കെ ആയിട്ട് രക്ഷപ്പെടുന്നവർ കുറച്ചധികം നരകിച്ച് തന്നെ മരിക്കും. വേണമെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് നോക്ക്. പെട്ടെന്ന് നമ്മുടെ ഹാഷ്റാസ് ഒക്കെ അങ്ങോട്ട് നോക്കാൻ നേരത്താണ് താഞ്ചുറുവിനെ കാണുന്നത്. താഞ്ചുറുടെ തലയുടെ റൈറ്റ് സൈഡ് മുഴുവൻ ഇങ്ങനെ പൊട്ടിപ്പൊളി ഇങ്ങനെ പുറത്തേക്ക് വരുവാണ്. പുള്ളിക്കാരൻ എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ, കുറെ അധികം ചോരയൊക്കെ പോകുന്നുണ്ട്. ജിയോ ആട്ടെ ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുസാൻ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവന്റെ എന്തായാലും ഒരു ഡീമൻ ആകാൻ പോകുന്നു. കുറച്ച് ചോര മാത്രമുള്ള കാരണം ആ ചോര ഇവന്മാരുടെ ശരീരത്തിൽ കയറി അവിടെ അകത്തുള്ള എല്ലാം തിന്നു തീർത്ത് അവസാനം ഇവരെ അങ്ങോട്ട് കൊല്ലും. ചുരുക്കം പറയാനാണെങ്കിൽ നമ്മുടെ താഞ്ചുറോ മരിച്ചിരിക്കുന്നു. അങ്ങനെ താഞ്ചുറോ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. താഞ്ചുറോ ശരിക്കും മരിച്ചോ? ഇനി പുള്ളിക്കാരൻ സർവൈവ് ചെയ്യാൻ പറ്റുമോ? അതോ ഇനി താഞ്ചുറോ നമ്മുടെ നെസുക്കനെ പോലെ ഒരു ഡീമനായിട്ട് മാറുമോ? നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.